പാലക്കാട് നടുപ്പുണിയിൽ അതിഥി തൊഴിലാളികളുടെ കുഞ്ഞിന് നേരെ ലൈംഗികാതിക്രമം. വില്ലൂന്നി സ്വദേശി 77 വയസ്സുകാരൻ കന്ദസ്വാമിയെ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ കുഞ്ഞിനെയാണ് ചൂഷണത്തിന് ഇരയാക്കിയത്. കുഞ്ഞ് അപകടനില തരണം ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പുലർച്ചെ 5:30യോടെയാണ് കൊഴിഞ്ഞാമ്പാറ നെടുപ്പുണി ചെക്ക് പോസ്റ്റിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന 3 വയസ്സുകാരിയായ മകളെ കാണാതായതായി രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്. കുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ കുടുംബം താമസിച്ചിരുന്ന ചെക്ക് പോസ്റ്റിന് സമീപം കാടുപിടിച്ച പ്രദേശത്ത് നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അവശനിലയിലായ 3 വയസ്സുകാരിയെ കണ്ടെത്തിയത്. ഓടിയെത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ നൈറ്റ് നല്ല തൂക്കത്തിൽ അവൻ വന്നിട്ട് കുഴந்தை തൂക്കിക്കൊണ്ട് പോன എല്ലാം ബ്ലഡ് പോട്ടിருக்க என்ன பிளட்னு தெரியாத எல்லாம் களத்து உள்ள பிடிச்சிட்டு எல்லாம் நசுக்கி ஆக்கிட்டாங்க. அவன் குழந்தை சத்தம் கொஞ்சம் வந்துச்சு. வந்தனால இவர் 3 பேர் 4 பேர் ஓடி போயிட்டாங்க. பார்க்குற കുഴந்தை കാട്ടുകുള്ള എപ്പടി വിழுந்திருக்குது. പോലീസ് നടത്തിയ പരിശോധനയിൽ വില്ലൂന്നി സ്വദേശി കന്ദസ്വാമിയാണ് കുട്ടിയെ ആക്രമിച്ചതെന്ന് കണ്ടെത്തി. വൈകിട്ടോടെ ബന്ധുക്കളുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി പുലർച്ചെ 2 മണിയോടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് അന്വേഷണം ഏൽപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു. പ്രതി 77 വയസ്സുള്ള ആളാണ്. ഇയാൾ കന്ദസ്വാമിയാണ് പേര്, മലയാളിയാണ്. കേസ് നമ്മൾ മൊഴിയെടുത്ത് വിക്ടിമുടെ അച്ഛൻ്റെ മൊഴിയെടുത്തിട്ട് നമ്മൾ പോക്സോ കേസ് നമ്മൾ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, പാലക്കാട്.